സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അജയ്ജന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇന്നും നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് അജയ്ജൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ഒത്തിരി സ്നേഹത്തോടു കൂടി. നമസ്കാരം. ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നന്ദി. നമുക്ക് ജോമാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ഗാനങ്ങൾ സിനിമയിലും അതോടൊപ്പം ക്രിസ്ത്യൻ ഡിവോഷണൽ മേഖലയിലും എല്ലാം വളരെ സജീവമായ സാന്നിധ്യം ഉറപ്പിച്ച ഒരു കാലത്ത് നമ്മുടെ പള്ളികളിലും അല്ലെ ആളുകളൊക്കെ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഇഷ്ടത്തോടു കൂടി പാടിക്കൊണ്ടിരുന്ന ഗാനങ്ങളാണ് എല്ലാം ഞാൻ തന്നെ. ജോമാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മാഷ് നല്ല സിനിമാ ഗാനങ്ങൾ അദ്ദേഹത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ജോമാഷിന്റെ ഒരു പിടി നല്ല ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാനങ്ങളുണ്ട്. ജോമാഷിനെ ഈ സമയം ഓർക്കുന്നു, നന്ദിയോടെ നമസ്കരിക്കുന്നു. താങ്ക് യു. ജോമാഷിന്റെ മോനായി ജനിക്കാൻ ദൈവം അനുവദിച്ചു ഭാഗ്യം സിദ്ധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. സന്തോഷം. തീർച്ചയായിട്ടും. ഇനി അങ്ങയുടെ സംഗീത മേഖലയിലേക്ക് വരാം. ഞാൻ ഏകദേശം 10 വർഷത്തോളമായിട്ടുള്ളൂ സംഗീത മേഖലയിലായിട്ട് വന്നിട്ട്. കാരണം എനിക്ക് നേരത്തെ വരണമെന്ന് ആഗ്രഹമില്ലായിട്ടല്ല, ഒരു സാമ്പത്തിക അടിത്തറ വളരെ അത്യാവശ്യമായിരുന്നു. കാരണം ഞങ്ങൾ ജീവിച്ചിരുന്ന സംഗീതം കൊണ്ടാണല്ലോ. അപ്പൊ എന്തോ അതിൽ ചില പോരായ്മകളൊക്കെ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കാം ആദ്യം ഒരു ജീവിക്കാനുള്ള ഒരു ആയതിനു ശേഷം. എന്നിട്ട് ഞാനൊരു 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത്. 10 വർഷത്തോളമായി. ഇപ്പം 100-ൽ കൂടുതൽ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങളും ഉണ്ട്, മറ്റുള്ള പല പാട്ടുകൾ, ആൽബം സോങ്സും എല്ലാം ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ കൂടുതൽ ചെയ്തേക്കുന്നത് ഈ ഓരോ ദിവസങ്ങൾക്ക് പ്രത്യേകതയുള്ള പാട്ടുകൾ, ഈ നമ്മുടെ ക്രിസ്മസ്, ഓണം, വിഷു പോലെ അല്ലാതെ ഈ ഇതുകളില്ലേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, അങ്ങനെ തുടങ്ങി അതിൻ്റെ 10-35ഓളം ഡേയ്സ് ഞാൻ ചെയ്തു. അതൊരു ഇതായിട്ടൊരു പാഷനായിട്ട് അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു. എൻ്റെ അത് ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ എൻ്റെ അത് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് എൻ്റെ അമ്മയെ കുറിച്ചുള്ളൊരു അമ്മ മദേഴ്സ് ഡേക്ക് ഞാൻ ഒരു പാട്ട് ചെയ്തു. പാതിരാത്തിയിലും അടയ്ക്കാതെ വേവുന്ന അടുക്കളവാതിലാണമ്മ, രാത്രിയിൽ ഞാൻ എത്തുവോളം സ്നേഹച്ചൂടാർന്നൊരത്താഴ പാത്രമാണമ്മ, പാതിരാത്തിയിലും അടയ്ക്കാ. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതെ അടക്കാൻ പറ്റാത്ത സങ്കടം, ഓർമ്മകൾ. അത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അമ്മയെ സ്നേഹിക്കുന്ന ഓരോ മക്കൾക്കും അതുണ്ടാകും. അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഓർക്കുമ്പോൾ അവരുടെ പുണ്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. അമ്മയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു അല്ലേ? അതിന് സംശയമില്ല. കാരണം എങ്ങനെയായിരുന്നു ഒരു അമ്മയുടെ വിശേഷങ്ങളെ കുറിച്ച് പറയാം? അതായത് ഇപ്പൊ അപ്പൻ പോയതിനു ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നൊക്കെ അമ്മ തന്നെയാണ്. അപ്പം മരിക്കുന്ന സമയത്ത് നിങ്ങള് ഇല്ല, ഞങ്ങൾ പ്രായമുണ്ട്. അപ്പം മരിച്ചിട്ട് ഇപ്പൊ എനിക്കിപ്പോ 51 വയസ്സുണ്ട്. അപ്പം മരിച്ചിട്ട് 20 വർഷം കഷ്ടിയായിട്ടുള്ളൂ, 19 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അപ്പം മരിക്കുമ്പോഴും എനിക്ക് 10-30 വയസ്സ് മുകളിലുണ്ട്. എങ്ങനെയായിരുന്നു പിന്നെ അമ്മ ഈ ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട്
അമ്മ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാം കാര്യങ്ങളും നോക്കിയിരുന്നതെല്ലാം. അതൊരു ഞങ്ങൾ എൻ്റെ കല്യാണം അപ്പം മരിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. എനിക്ക് മകനും ഉണ്ടായിരുന്നു. അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എത്ര മക്കളാണ്? 2 മക്കളുള്ളൂ, ഞാനും അനിയനും. അനിയൻ വിദേശത്ത് സെറ്റിൽ ചെയ്തേക്കുന്നതാണ്. അനിയനും കുടുംബവും അവിടെയാണ്. അവർ സിംഗപ്പൂർ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു നല്ല നിലയിൽ എത്തിയതിനു ശേഷം അതൊക്കെ കണ്ടിട്ടാണോ അമ്മ പോയത്? തീർച്ചയായിട്ടും. അതെ അതെ. അപ്പൻ കണ്ടിട്ടില്ല. സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയാനുള്ളതൊന്നുമില്ല. കാരണം അപ്പൻ ഞങ്ങൾക്കൊന്നും ഒരു കുറവില്ലാതെയാണ് ഞങ്ങളെ വളർത്തിയേക്കുന്നത്, ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് വളർത്തിയേക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളുടേതായിട്ടുള്ള, പിന്നെ അപ്പൻ അവസാന കാലമാകുമ്പോൾ ഒത്തിരി കിടപ്പായിരുന്നു. അതായത് ഒരു വർഷത്തോളം ശരിക്കും ഇതായിരുന്നു. ഒരു 3-4 മാസത്തോളം ബെഡിൽ തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി നമ്മൾ അങ്ങനെ കുറെ സഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായില്ല. എന്നാലും നമുക്കൊരു ചെറിയൊരു ഇതുകൾ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ഉണ്ടായതാവാം അങ്ങനെ. അപ്പോൾ അപ്പന കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അവസാനം വരെ പാടി മരിച്ചൊരു പാട്ടുണ്ട്. അതായത് എൻ്റെ ദൈവം എൻ പ്രകാശം, എൻ്റെ ദൈവം എൻ സഹായം, ഇല്ലെനിക്കു തെല്ലുപോലും ആരെയും ഭയം, മന്നിതില്ലാരെയും ഭയം. ആ പുള്ളി പാടുമ്പോ ഭയം ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഉറപ്പോട് കൂടിയിട്ടാണ് അത്. അപ്പൻ പാടിയ അതേ ഗാനം മകനിലൂടെ ഇപ്പോഴും ദൈവജനം കേൾക്കുകയാണ്, ലോകം കേൾക്കുകയാണ്. പക്ഷെ ആ ഫീല് നമുക്ക് കിട്ടത്തില്ല. അല്ല, ആള് ശരിക്കും ഉള്ളിന്റെ ഉള്ളിന്നാണ് ആ ഒരു അത്രയും ആ ഒരു ആശ്രയത്വമാണ്. അതെ അതെ അതെ. തെല്ലും ഭയമില്ല. അത് കിടന്ന് നെയ്സൽ ട്യൂബ് ഉണ്ട്, യൂറിൻ ട്യൂബ് ഉണ്ട്, അതിൽ നിന്നാണ് പാടിയിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ള ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ആർജവമാണത്. ആ അടിയുറച്ച വിശ്വാസമാണ് ആള്. അത് നിസ്സാരമായിട്ട് വരുന്ന കാര്യമല്ല, അതൊന്നും ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്നതും അല്ല. അദ്ദേഹം ചെയ്ത സംഗീതത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ഉറപ്പാണ്. ദൈവം കൂടെയുണ്ട്. കാരണം ദൈവത്തിന്റെ കരം പിടിച്ചാൽ ശക്തമായി നയിക്കുമെന്നുള്ള ഉറപ്പ്. യെസ്, ആമേൻ. പാപബോധവും പശ്ചാത്താപവും. അതെ അതെ, അത് ജോബ് മാഷ് തനിച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അത് ജോബാൻ ജോർജ് ആയിട്ടും കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ജോബ് എന്നുള്ള സ്വന്തം ടൈറ്റിൽ ഒറ്റക്കും കുറെ പാട്ടുകൾ, അതിൽപ്പെട്ടൊരു പാട്ടാണ് പാപബോധവും പശ്ചാത്താപവും. നമ്മുടെ എത്ര നല്ല പാട്ടാണ്. പാടാതിരിക്കുന്നവരോ കേൾക്കാത്തവരായിട്ട് ഈ ഭൂമിയിൽ മലയാളികൾ ആരും കാണത്തില്ല. കാരണം ഇന്നും ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷ വേളകളിലും എല്ലാ മേഖലകളിലും പാടുന്നൊരു പാട്ടാണ്. ആ പാട്ടിന്റെ 4 വരികളൊന്ന് പാടാം. തീർച്ചയായിട്ടും. പാപബോധവും പശ്ചാത്താപവും കർത്താവേ നിക്കേകണേ, കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാ. ഇതാ ഒരു പ്രാർത്ഥനയാണത്. തീർച്ചയായിട്ടും നമ്മുടെ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛനാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ മഞ്ജുമ്മൽ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ചെയ്തതാണത്. ജോബോഷിന്റെ എല്ലാ പാട്ടുകളും ജീവനുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസമാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ കേൾക്കാൻ പറ്റിയിട്ടുള്ളത്. സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോ ഗാനങ്ങൾ നമ്മൾ പാടുമ്പോൾ അത് ഇരട്ടി പ്രാർത്ഥനയുടെ ഫലമാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും അതാണ് ആ ഗാനത്തിലൂടെയുള്ള ഒരു ശക്തി. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഈ സംഗീതമാണോ ഇപ്പൊ മെയിൻലി പ്രൊഫഷൻ എന്ന് പറയുന്നത്? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ
ഈ സംഗീതവും സംഗീതവും ചെയ്യുന്നു. ഇതെന്റെ ജീവനാണ് സംഗീതം. ഓക്കെ. അതിനെ പറ്റിയുള്ള കളിയില്ല. ഇല്ല മറ്റത് ജീവിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു ഇത് പ്രൊഫഷനാണ്. ജീവന്റെ വില. ഇത് ജീവനാണ്, ജീവശ്വാസമാണ്. അങ്ങ് സിനിമയ്ക്ക് വല്ലോ സംഗീതം ചെയ്തിട്ടുണ്ടോ? സിനിമയ്ക്ക് ഞാൻ 4 സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. 4 സിനിമകൾ. അതിനകത്ത് എനിക്ക് ചെറിയതായിട്ടുള്ള ഒരു 3 അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ കുറിച്ച് ഒരു സത്യജിത്രായി ഗോൾഡൻ ആർക്ക് അവാർഡ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് എനിക്ക് പുതുമുഖ സംഗീത സംവിധാനം എന്ന നിലയിൽ 2021 ഇതെനിക്ക് കഴിഞ്ഞ വർഷം 2022 കിട്ടി. അതുകൂടാതെ ഞാൻ ചെയ്ത ഡ്രാമാറ്റിക് ഡെത്ത് എന്ന് പറഞ്ഞ അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്, അത്രയ്ക്ക് ഒരു കൊമേഴ്സ്യൽ മൂവി അല്ല. അതിലെ പാട്ടുകൾക്ക് എനിക്ക് JC ഡാനിയൽ ഫൗണ്ടേഷന്റെ ആ വർഷത്തെ 2021 ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർക്കുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കേരള വിഷൻ ഒരു ഫിലിം അവാർഡ് സംഘടിപ്പിച്ചിരുന്നു. അതിലൊരു ജൂറി പുരസ്കാരം ഈ സിനിമകളുടെ പാട്ടുകൾക്ക്, ഞാൻ ചെയ്ത പാട്ടുകൾക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡിവോഷണൽ സോങ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കമ്മ്യൂണിയൻ സോങ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. അതായത് ഒരു ചെറിയൊരു നൊസ്റ്റാൾജിയ, നമ്മൾ ഇത്രയും പ്രായമല്ല, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഒരു ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ആ ഒരു വരികൾ എഴുതിയിരിക്കുന്നത് ആന്റണി പോൾ കീരമ്പള്ളി എന്ന് പറഞ്ഞ ആളാണ്. അങ്ങ് സംഗീതം ചെയ്തു, ഞാൻ സംഗീതം ചെയ്തു. അതിന്റെ ചരണം മൂല്യം പാടാം. ആദ്യ ദിവ്യ കാരുണ്യം ഇന്നുമോർത്തു നിൽക്കുന്നു, ഉള്ളിലീശോ വന്നതും അമ്മ പൊന്നുമ്മ തന്നതും, അപ്പച്ചൻ കൈകൂപ്പി സാദരം കണ്ണു നിറഞ്ഞു നിന്നതും, ഇന്നുമീശോ ഉള്ളിൽ നീ വരൂ, ഈശോ ഉള്ളിൽ നീ വരൂ, പുലരെയെന്നും കുരിശു പള്ളിയിലെത്തും ആ നേരം, കരുണ വഴിയും മിഴി തുറന്നീശോ നോക്കും, കുഞ്ഞുനാളിലെ ഓർമ്മയിന്നും മഞ്ഞു പോലെ പൊതിഞ്ഞു നിൽക്കും, പുണ്യനിമിഷം മുന്നിലീശോ വന്നു നിൽക്കുന്നു. വളരെ മനോഹരം കേട്ടോ. തീർച്ചയായിട്ടും. വരികൾ ആരാ എഴുതിയിരിക്കുന്നത്? ആന്റണി പോൾ കീരമ്പള്ളി എന്ന് പറഞ്ഞ ആളാണ്. അങ്ങ് ഇപ്പൊ എവിടെ താമസിക്കുന്നു, ഫാമിലി, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ കളമശ്ശേരി താമസിക്കുന്നു. എൻ്റെ വൈഫ് ഒരു സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലർ. മകൻ ഒരു ഡോക്ടർ ആയിക്കൊണ്ടിരിക്കുന്നു. MBBS പാസ്സായി ഹൗസ് സർജൻസി ചെയ്തുകൊണ്ട് നമ്മുടെ അമല കോളേജിൽ. ഇപ്പൊ 6 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് ഡോക്ടറായി പുറത്തിറങ്ങും. വെരി ഗുഡ്. ഒരാളേ ഉള്ളൂ? ഒരു ആളുള്ളൂ. അനുജന് 2 മക്കളാണ്. അനുജൻ അവിടെ സിംഗപ്പൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. അനിയത്തി അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സാണ്. 2 കുട്ടികൾ, ഒരാൾ 10ാം ക്ലാസ്സിൽ, ഒരാൾ 8ാം ക്ലാസ്സിൽ. പാട്ടിനോട് താല്പര്യമുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾ ആ പഠിത്തത്തിൽ പോട്ടെ എന്ന് വെച്ചിട്ട് അതിൽ കൂടുതൽ ഇത് ചെയ്തില്ല. നല്ല താല്പര്യമുണ്ട്, അത്യാവശ്യം നന്നായിട്ട് പാടും, അത്യാവശ്യം നല്ല സെൻസും ഉണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. തീർച്ചയായിട്ടും അജയ് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും ഒരുപാട് ഇൻഫർമേഷൻസ്, കാരണം ഇത്രയും മലയാളികൾ എന്നല്ല മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇത്രയും നല്ല ഗാനങ്ങൾ ജോമാഷിന്റെ ആണെന്നുള്ള ഒരു അറിവ് സത്യം പറഞ്ഞാൽ നമുക്കും എനിക്ക് തോന്നുന്നു കാണുന്ന പ്രേക്ഷകർക്കും ഒരു പുതിയ അറിവായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അപ്പോ അങ്ങയുടെ ഇനിയുള്ള ജീവിത പ്രയാണത്തിൽ ഒത്തിരിയേറെ അവാർഡുകൾ, സംഗീത ശുശ്രൂഷകൾ, പ്രോഗ്രാമുകൾ എല്ലാം അങ്ങേക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെയും പ്രത്യേകിച്ച് ഹാർട്ട് ഓഫ് ഹെവൻ എന്ന ഈ പ്രോഗ്രാമിൻ്റെയും എല്ലാവരുടെയും മംഗളങ്ങളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. അജയ് ചേട്ടാ, നമ്മുടെ ഈ ഹാർട്ട് ഓഫ് ഹെവൻ്റെ വേദിയിൽ അജയ് ചേട്ടനെ പരിചയപ്പെടാനും അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനും ഒരു വിശിഷ്ട അതിഥി കൂടി നമുക്ക് വരാനുണ്ട്. സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഫാദർ ഡിബിൻ ആലുവാശ്ശേരി. സ്വാഗതം ചെയ്യാം. അച്ഛാ, നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിലെ ഇന്നത്തെ അതിഥി അജയ് ജോസഫ്.
കുറച്ചും കൂടി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജോബ് സാറിൻ്റെ മകനാണ്. ഒരുപാട് ഹിറ്റുകൾ ക്രിസ്ത്യൻ ഡിവോഷണലായാലും സിനിമാ ഗാനങ്ങളായാലും നമുക്ക് സമ്മാനിച്ച ജോബ് സാറിൻ്റെ മകൻ കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക്. അത് ഈ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയുന്നതിന് മുമ്പ് ശരിക്കും നിങ്ങൾ എന്നോട് ചെയ്തൊരു കൊലച്ചതിയാണ് കേട്ടോ. ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ താന്ന് നിൽക്കുന്നത് നമ്മളെ കൊണ്ടുപോയി നിർത്തുക എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞില്ല. എൻ്റെ കൊച്ചു സ്റ്റേച്ചറോടൊപ്പം എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ ഓർമ്മ ഒന്ന് ചെറുതായിട്ടും ഷെയർ ചെയ്യുക. കാരണം അന്ന സമയത്ത് CD പ്ലെയർ ഒന്നും ഇറങ്ങാത്ത സമയത്ത് ഈ കാസറ്റാണ് നമുക്കുള്ള ഏക വഴി. അപ്പം എൻ്റെ ഈ അപ്പനൊരു ദിവസം ഈ മാർപ്പാപ്പ നാട്ടിൽ വന്നപ്പം അന്നത്തെ ചടങ്ങുകളുടെ മുഴുവൻ ഓഡിയോ കാസറ്റ് കൊണ്ടുവന്നു. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കാസറ്റ് ഇട്ട് പ്ലേ ചെയ്തപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സ്കൂളിൽ പാടുന്നതിന് ഒരു വിപരീതമായിട്ട് അശ്വതോമ സദ്ഗമയ എന്ന ട്യൂൺ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അതൊരു ഭയങ്കര ഒരു നല്ലൊരു ടച്ചിങ് ട്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൂഡ് കംപ്ലീറ്റ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന, അത് ആ കാസറ്റ് കേൾക്കുമ്പോൾ ഒരു ഓഡിയോ ആണ് കേൾക്കുന്നതെങ്കിൽ ആ മൂഡ് കംപ്ലീറ്റ് തിരിഞ്ഞു വരുന്ന രീതിയിലുള്ളൊരു ട്യൂണാണ്. അതാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. എറണാകുളത്തൊക്കെ വലിയ വലിയ ഫംഗ്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അങ്ങ് കൺസ്ട്രക്ഷൻ ഫീൽഡും കൂടി വർക്ക് ചെയ്യുന്നത് ഒരു സംഗീതജ്ഞൻ. അപ്പം ഞാനവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അജയ് ജോസഫ് എന്ന് പറയുന്ന ഈ പ്രതിഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോരോ തീമിനനുസരിച്ച് പാട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഇറക്കുന്ന ഒരാളാണ്. ഇപ്പൊ കൺസ്ട്രക്ഷൻ ഫീൽഡിന്റെ ഒരു കൺസ്ട്രക്ഷൻ മികവ് ഓരോ തീമിൽ പാട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഇറക്കുന്നു എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. കാരണം അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പാട്ട് കൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച വ്യക്തിയാണ്. അല്ലിയാമ്പൽ കടവിലും ഭക്തിഗാനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും അതൊരു അതുല്യ പ്രതിഭ തന്നെയാണ്. അതുപോലെ തന്നെ വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം JC ഡാനിയൽ പുരസ്കാരമൊക്കെ കിട്ടുക എന്ന് പറയുമ്പം നിസ്സാര കാര്യമല്ല. അതേ ട്രാക്കിൽ തന്നെയാണ്. ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചിട്ട് വിട്ടാൽ മതിയായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും, കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഡേറ്റ് ഒക്കെ കിട്ടാൻ. അപ്പൊ യാത്രയിൽ ദൈവം കൂടെ ഉണ്ട്. അപ്പച്ചൻ സ്വർഗത്തിലും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അതേ സ്പിരിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വെറൈറ്റി കൺസ്ട്രക്ഷനിലെല്ലാം കാണുന്നുണ്ട്. പാട്ടിന്റെയും ജീവിതത്തിന്റെ കൺസ്ട്രക്ഷനിലും ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിലും ഇനിയും അത് തുടരട്ടെ എന്ന പ്രാർത്ഥന മാത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി ഞാൻ അച്ഛനെ ക്ഷണിക്കുകയാണ്. പ്രഭാഷകൻ 10:5. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. തൻ്റെ ജീവിതയാത്രയിൽ, അജയുടെ യാത്രയിലും പിതാവിൻ്റെ യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ അതിശക്തമായ കരത്തിൻ്റെ കീഴിലായിരുന്നു. ആ വിശ്വാസം അവരെ കൂടുതൽ വളർത്തി. സംഗീതത്തിലും ഭൗതിക നന്മകളിലൂടെയും എല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഈ വചനം നമുക്ക് ഓരോരുത്തർക്കും വലിയ ശക്തിയും കരുത്തും വിജയവും നേടിത്തരട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിങ്ങളെല്ലാവരെയും നല്ല ദൈവം സമൃദ്ധീകരിക്കട്ടെ, വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവകൃപയും ദൈവസ്നേഹവും നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.